എഴുതി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ സ്ത്രീകൾക്ക് നേരിട്ട് ചോദിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് അവരിൽ നിന്ന് വന്ന ഒരു ചോദ്യം ഇവിടെ വായിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പാലുകാച്ചലുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. പാലുകാച്ചൽ എന്നത് കൃത്യമായും നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും മുസ്ലിം സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സംഗതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടേയില്ല. വിശിഷ്യ പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും മറ്റും ഹൈന്ദവ മതാചാരങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടതായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് പാലുകാച്ചൽ. അതിൽ കൊടുത്തിരിക്കുന്ന കാരണം ലോകത്തിന്റെ സ്രഷ്ടാവും സൃഷ്ടിയും ഒന്നാണ്. അതാണ് ഹൈന്ദവ വിശ്വാസം അഥവാ അദ്വൈതം. രണ്ടില്ല, ഒന്ന്. സ്രഷ്ടാവും സൃഷ്ടിയും ഒന്ന് തന്നെ. എന്നാൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ്? സ്രഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. ഇത് രണ്ടും ഒന്നാണ് എന്ന വിശ്വാസം. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പാല് കാച്ചുമ്പോൾ പാലിൽ പാലുമുണ്ട്, നെയ്യുമുണ്ട്. പാലും നെയ്യും രണ്ടല്ല, രണ്ടും ഒന്നു തന്നെ എന്ന് പറഞ്ഞ് തിളച്ച് 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 പാലും നെയ്യും ഒന്നു തന്നെ, സ്രഷ്ടാവും സൃഷ്ടിയും ഒന്നു തന്നെ, അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ കയറുന്നത്. അങ്ങനെ തിളച്ചാൽ മാത്രം പോരാ, തിളച്ചു പുറത്തേക്ക് ഒഴുകുകയും വേണം. അതാണ് അതിൽ പറയുന്നത്. അങ്ങനെ തന്നെ മുസ്ലിമീങ്ങളും സ്വീകരിച്ചു. ഉടുമ്പിന്റെ മാളത്തിൽ അവർ പോയാൽ അവിടെയും കയറുമെന്ന് പറഞ്ഞതുപോലെ എന്തിനാണ് ഉമ്മ ഇങ്ങനെ പാല് കാച്ചുന്നത്? അത് മുമ്പേ ചെയ്തു വരുന്നതാണ്. അതിലെന്ത് തെളിവാ? അതൊന്നും ചോദിക്കണ്ട. പാല് കാച്ചിലൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും വരില്ല എന്ന് വരെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഹൈന്ദവ ആചാരമാണ്. ഇസ്ലാമിന്റെ തീർത്തും ഇസ്ലാം എതിർക്കുന്ന അദ്വൈതവാദവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ മറ്റു ചില ഹൈന്ദവരുടെ വിശദീകരണങ്ങളിൽ ഗോമാതാവുമായി ബന്ധപ്പെട്ടതാണ്. ആ പാല് കാച്ചുമ്പോൾ ആ ഗോമാതാവിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, അതുകൊണ്ട് സകല ദോഷങ്ങളും ആ ആരാധനയിലൂടെ ഇല്ലാതാവും എന്നും പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ സ്രഷ്ടാവിന് മാത്രം കൊടുക്കേണ്ട കാര്യം പടച്ചവനല്ലാത്തവരിലേക്ക് കൊടുക്കുന്ന ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടല്ല സഹോദരിമാരെ, സഹോദരന്മാരെ, നാം വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം, സഹോദരിമാരുടെ ഭാഗത്ത് വന്ന ഈ ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുതിയ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനത്തിന് മുമ്പ് തന്നെ ഇത് ശ്രദ്ധിക്കണേ, ഇത് നന്ദികേടാണ് എന്ന് പറഞ്ഞു കൊടുക്കാനല്ല ഒരു കാരണമായി മാറണം. ഇതിൽ കാതുകുത്തിനെ മായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. അത് പാല് കാച്ചലിനോട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റിയതല്ല, ഹറാമെന്ന് അതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. മറ്റൊന്ന്, സ്ത്രീധനം ആവശ്യപ്പെടാതെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുന്നതിൽ തെറ്റുണ്ടോ എന്നതാണ്. ആവശ്യപ്പെടാതെ സ്ത്രീധനം തരണമെങ്കിൽ സ്ത്രീധനം എന്നത് എവിടുന്ന് വന്നു? ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി എവിടുന്ന് വന്നു? നേരത്തെ മഗ്‌രിബിന് മുമ്പുള്ള സംസാരത്തിൽ നാം പറഞ്ഞതുപോലെ ഇസ്ലാമിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനാണ്. അപ്പോൾ ഒരു വിവാഹം വരുമ്പോൾ വല്ല തരത്തിലും അധ്വാനം, സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിൽ അത് പുരുഷനാണ്. അപ്പോൾ പിന്നെ സ്ത്രീക്ക് അവിടെ യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ല. ആ ബാധ്യത ഉണ്ടാക്കിയത് പുതിയ ചില നാട്ടിലുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയ വിശുദ്ധ ഖുർആന്റെ തത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്ന സമ്പ്രദായമാണ് സ്ത്രീധനം എന്നത്. ഒരു മനുഷ്യന്റെ പുരുഷത്വത്തെ അത് ബാധിക്കുന്നുണ്ട്. സ്ത്രീയുടെ ഊരയിന്മേൽ ജീവിക്കുക, അവളുടെ പണം കൊണ്ട്, അവളുടെ ഉപ്പയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ കാറിൽ യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള അവനവന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമുക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളും തീരുമാനിക്കണം, എന്റെ മകനെ ഞാൻ വിൽക്കുകയില്ല. കാരണവർ സ്ഥാനത്തുള്ളവർ തീരുമാനിക്കണം, അതിന് കണക്ക് പറയാൻ ഞാനില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നാം തീരുമാനിക്കേണ്ടത്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും അതിനില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ പലപ്പോഴും നമ്മളുടെ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ വേണ്ടത്ര കർശന സ്വഭാവം കാണിക്കാത്ത അവസ്ഥ വരാറുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചോദ്യം വന്ന സ്ത്രീകളുടെ ഭാഗത്തും സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു സഹോദരി വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നാൽ തന്നെ അവരുടെ എത്ര സ്വർണമുണ്ട് എന്ന് നോക്കിയിട്ടും കണ്ടിട്ടും മാത്രമേ
വിവാഹ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് ഉള്ളിൽ തീരുമാനമെടുക്കുന്ന സഹോദരിമാർ ഉണ്ടാകാറുണ്ട്. ഒരു സ്ത്രീക്ക് 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആ 3 ആൺകുട്ടികളുടെ വിവാഹം കഴിയുന്നത് 3 പെൺകുട്ടികളുടെ വിവാഹം കഴിയുന്നത് വരെ എല്ലാവരുടെയും സഹായം തേടി അങ്ങനെ ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ പിന്നീട് ഫൈൻ അടക്കം ഒരു മകന് തിരിച്ചു വാങ്ങുന്ന ഒരവസ്ഥ സ്ത്രീകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളും സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇത് വായിച്ചത്. ധാരാളം ആളുകൾ ചോദ്യം ചോദിക്കാനിരിക്കുന്നു.